ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തോമസ് കമ്പസിൻ്റെ ക്രിസ്താനുകരണം എന്ന പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകം, അതായത് ആധ്യാത്മിക ജീവിതത്തിന് ഉപകരിക്കുന്ന ഉപദേശങ്ങൾ, പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായം ക്രമരഹിതമായ സ്നേഹവേഴ്ചകൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. ദൈവപരപ്രസാദം കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് സിദ്ധിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹൃദയ സമാധാനമാണ്. ഈ ഹൃദയ സമാധാനം നമുക്ക് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്, അത് നഷ്ടപ്പെടാതിരിക്കുവാൻ നാം എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്നതാണ് ഈ അധ്യായത്തിലെ വിചിന്തന വിഷയം. ഈ അധ്യായത്തിൽ 2 ആത്മീയ ഉപദേശങ്ങളാണ് ഉള്ളത്. 1-ാമത്തെ ആത്മീയ ഉപദേശം ഇപ്രകാരമാണ്: ഒരുവൻ ക്രമരഹിതമായി എപ്പോഴെങ്കിലും എന്തെങ്കിലും ആഗ്രഹിച്ചാൽ തൽക്ഷണം തന്നെ മനസ്സിന് അസമാധാനമായി. നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നത് പ്രധാനമായിട്ടും ക്രമരഹിതമായിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴാണ്. എന്ത് പോരായ്മ കൊണ്ടാണ് നമ്മൾ ക്രമരഹിതമായ ആഗ്രഹങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് അടുത്ത പോയിന്റിൽ. അത്യാഗ്രഹവും അഹന്തയും ഉള്ളവന് ഒരിക്കലും സ്വസ്ഥതയുണ്ടായിരിക്കുകയില്ല. ആത്മന ദാരിദ്ര്യവും എളിമയും ഉള്ളവന് സമാധാനം നിസ്സീമമാണ്. അപ്പോൾ ഈ പോയിന്റിൽ തന്നെ സ്പഷ്ടമാണ്, അത്യാഗ്രഹവും അതുപോലെ തന്നെ അഹങ്കാരവുമാണ് നമ്മെ ക്രമരഹിതമായിട്ട് ഓരോന്ന് ആഗ്രഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് സമാധാനമേ ഉണ്ടാകില്ല. എന്നാൽ ആത്മന ദാരിദ്ര്യവും എളിമയും ഉള്ളവരുടെ സമാധാനം നിസ്സീമമാണ്. ഇനി അടുത്തൊരു പോയിന്റ് പറയുകയാണ്: തന്നിൽ തന്നെ പൂർണ്ണമായി മരിച്ചിട്ടില്ലാത്തവൻ എളുപ്പത്തിൽ പരീക്ഷിക്കപ്പെടുന്നു. അല്പവും നിസ്സാരവുമായ കാര്യങ്ങളിൽ പോലും അവൻ പരാജയപ്പെടുന്നു. പിന്നെ മറ്റൊരു കാരണം, തന്നിൽ തന്നെ മരിച്ചിട്ടില്ലാത്തവൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാം? നമ്മുടെ അഹത്തിൻ്റെ വ്യാപാരങ്ങളെ ആത്മാവിനാൽ നിഹനിക്കാൻ സാധിക്കാത്തവൻ എന്ന് പറയുമ്പോൾ, നമ്മുടെ ആത്മാവിൽ വരപ്രസാദം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അഹത്തിൻ്റെ തെറ്റായ പ്രവണതകളെ നമുക്ക് ആത്മാവിനാൽ നിഹനിക്കുവാനുള്ള ശക്തി ഉണ്ടായിരിക്കും, ദൈവിക ശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത പോയിന്റ്, അരൂപിയിൽ ദുർബലനും ജഡമോഹങ്ങളിലേക്കും ഐന്ദ്രിയ വിഷയങ്ങളിലേക്കും ഏറെക്കുറെ ചാഞ്ഞിരിക്കുന്നവനുമായ ഒരുവന് ലൗകിക വ്യാമോഹങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്നു പോവുക ദുർവഹമാണ്. ഇതും ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് ആത്മാവിൽ വരപ്രസാദം കൂടുന്നതിനനുസരിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ലോകത്തിനോടുള്ള വ്യാമോഹങ്ങളിൽ നിന്നുമെല്ലാം ഇത്യാദി കാര്യങ്ങളിലേക്കുള്ള ചായ്വ് കുറയുകയും അതിനനുസരിച്ച് ലോകവ്യാമോഹങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശക്തിയും ഉണ്ടായിരിക്കും. അപ്പോൾ 1-ാമത്തെ ആത്മീയ ഉപദേശത്തിൻ്റെ കൺക്ലൂഷനാണ് പിന്നെ പറയുന്നത്: പ്രസ്തുത വ്യാമോഹങ്ങളിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അവൻ വിഷാദിക്കുന്നു. ആരെങ്കിലും അവൻ്റെ അഭിലാഷത്തിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ അവൻ ശീഘ്രത്തിൽ കോപിക്കുകയായി. അപ്പോൾ ദുർമോഹങ്ങൾ നടന്നില്ല, ആരെങ്കിലും അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന് കോപത്തിന് അടിമയായിത്തീരുന്നു. അപ്പോൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവന് ഇമോഷണൽ റെഗുലേഷൻ സാധ്യമല്ലാതെ വരുന്നു. അപ്പോൾ തന്നെ അവൻ്റെ ഹൃദയ സമാധാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു. 2-ാമത്തെ ആത്മീയ ഉപദേശം വിചിന്തനം ചെയ്യുന്നത്: ഇനി അവൻ ക്രമരഹിതമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അവന് ഹൃദയ സമാധാനം ഉണ്ടാകുമോ എന്നാണ്. നോക്കാം. അവൻ ആഗ്രഹിക്കുന്നത് സാധിക്കുകയാണെങ്കിൽ പിന്നെയുള്ള പ്രോബ്ലം എന്താണ്? മനസ്സാക്ഷിയുടെ കുറ്റബോധം അവനെ അലട്ടാൻ തുടങ്ങുന്നു. കാരണം എന്താണ്? ഏതൊരു മനുഷ്യനും ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് ഹൃദയ സമാധാനമാണ്. അപ്പോൾ അതിലേക്ക് നയിക്കാത്ത ഉതകാത്ത കാര്യങ്ങളെയാണ് അവൻ അനുധാവനം ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ്റെ ഹൃദയ സമാധാനം മനസ്സാക്ഷിയുടെ കുറ്റബോധം നിമിത്തം നഷ്ടപ്പെടുന്നു എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. പറയുകയാണ്: ദുരാശകളെയും ദുർമോഹങ്ങളെയും സേവിച്ചല്ല, അവരെ എതിർത്താണ് ഹൃദയ സമാധാനം സ്ഥാപിക്കേണ്ടത്. കൺക്ലൂഷൻ: ആകയാൽ ജഡിക മനുഷ്യന് സമാധാനം ഉണ്ടാവുകയില്ല. അപ്പോൾ ജഡിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ ഗലാത്തിയ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ അത് വായിച്ച് ധ്യാനിച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിക്കും.
ചെടിക മനുഷ്യന് സമാധാനം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ലോക കാര്യങ്ങളിൽ മുഴുകിക്കിടക്കുന്നവനും അങ്ങനെ തന്നെ. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയും താല്പര്യമുള്ളവന് മാത്രമേ സമാധാനം സിദ്ധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ വിചിന്തനമാണ്. ദൈവവരപ്രസാദം കഴിഞ്ഞാൽ ആത്മാവിന് സിദ്ധിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹൃദയസമാധാനമാണ്. എന്തും സഹിച്ചും അത് നിലനിർത്തണം. ദുരാശകളോടും ക്രമരഹിതമായ ആഗ്രഹങ്ങളോടും ചെറുത്തല്ലാതെ ഹൃദയസമാധാനം സിദ്ധിക്കുകയില്ല, നിലനിൽക്കുകയുമില്ല. ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നാം ശ്രമിക്കുമ്പോൾ നാം അക്ഷമരാകുകയാണ്. എന്നാൽ അവയെ ചെറുത്ത് തോൽപ്പിക്കുമ്പോൾ ഹൃദയസമാധാനം സിദ്ധിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നന്മയിലുള്ള ശരണം വർദ്ധിപ്പിക്കുന്നതിനുതകുന്ന മനസാക്ഷിയുടെ സംതൃപ്തിയും ഞങ്ങൾക്ക് തരണമേ. ദുരാശകളുടെയും ദുർമോഹങ്ങളുടെയും കൊടുങ്കാറ്റുകളെ ശമിപ്പിക്കണമേ. അവയെ ജയിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ യുക്തിക്കും യുക്തിവിശ്വാസത്തിനും കീഴ്പ്പെടുവാൻ ഇടയാക്കുക. ആമീൻ. അനുസ്മരണ വിഷയം: ദുരാശകളെ ചെറുത്താണ് യഥാർത്ഥമായ ഹൃദയസമാധാനം നേടേണ്ടത്. അഭ്യാസം: അമിത ആഗ്രഹങ്ങളെ വർജിക്കുക, മനസമാധാനം പാലിക്കുക. ഇവിടെ ഈ അധ്യായം സമാപിക്കുകയാണ്. ഈ അധ്യായവും ധ്യാനാത്മകമായിട്ട് വിചിന്തനം ചെയ്യുക. നന്ദി, നമസ്കാരം.